നമ്മൾ മലയാളികൾ അഹങ്കാരമായിട്ട് കൊണ്ടുനടന്നത് നമ്മുടെ എം ടി സാറിൻ്റെ ഒരു കൃതി ഉണ്ടായിരുന്നു, രണ്ടാം മുഴം എന്നൊരു കൃതി. ആ ഒരു കൃതി സിനിമയാകാൻ പോകുന്നുള്ള വാർത്ത ഒരുപാട് മുമ്പേ വന്നതാണ്. അതിൽ നമ്മുടെ ഒടിയൻ സംവിധാനം ചെയ്ത ശ്രീകുമാർ മേനോന് എം ടി സാറിൻ്റെ ആ സ്ക്രിപ്റ്റ് എടുത്തിട്ട് രണ്ടാം മുഴം എന്ന കഥ നമ്മുടെ ലാലേട്ടനെ വെച്ച് രണ്ടാം മുഴം ഭീമൻ്റെ ക്യാരക്ടർ എടുത്തിട്ട് അത് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒടിയൻ്റെ പരാജയം പിന്നീട് അദ്ദേഹത്തെ ആ സിനിമ ഏൽപ്പിക്കാൻ ഒരു ധൈര്യമില്ലാത്തത് കൊണ്ട് അത് മാറി. അതുമാത്രമല്ല, ഏകദേശം 2000 കോടിയോളം അതിൻ്റെ ബഡ്ജറ്റ് വരുമെന്നതിനാൽ അത് മെല്ലെ അതിൻ്റെ പ്രൊഡ്യൂസർ അതിൽ നിന്നും മാറി. അതിനുശേഷം അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഈ അടുത്ത്, അതായത് 2-3 ദിവസം മുമ്പേ നമ്മുടെ എം ടി സാറിൻ്റെ മകള് നമ്മുടെ രണ്ടാം മുഴം ഉണ്ടാകും, അതിൻ്റെ ഷൂട്ടിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ 2026 തുടങ്ങുമെന്നുള്ളൊരു അപ്ഡേഷൻ തന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞു കേട്ട് നമ്മുടെ ലാലേട്ടൻ അതിൽ ഭീമനായിട്ട് വരുന്നത്, അതായത് ആ കഥ വായിച്ചവർക്കറിയാം ലാലേട്ടനാകും അതിൽ ആ ഒരു ക്യാരക്ടർ ആപ്റ്റ് എന്നുള്ള ഒരുവിധം ആൾക്കാർക്കൊക്കെ വായിച്ചവർക്കറിയാം. പക്ഷേ ഇവിടെ പ്രശ്നം പറ്റിയെന്താ വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇപ്പോൾ ഈ അടുത്ത് വന്ന ചരിത്ര കഥാപാത്രം, അതായത് കുഞ്ഞാലി മരക്കാർ, അതേപോലെ ഒടിയൻ, നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ, ലാസ്റ്റ് വന്ന വൃഷഭ, അങ്ങനെയുള്ള ഒരുപാട് ചരിത്ര കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്ത് എല്ലാം 8 നിലയിൽ പൊട്ടിയ ഒരു അവസരമായതുകൊണ്ട് അങ്ങനെയുള്ളൊരു ക്യാരക്ടർ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ അദ്ദേഹത്തെ കൊണ്ട് എടുത്ത പൊന്തുല എന്നുള്ള ഒരു സംഭവത്തിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് പകരം ഇതൊരു പാൻ ഇന്ത്യൻ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതിൽ നമ്മുടെ കാന്താര ചെയ്ത നമ്മുടെ ഋഷഭ് ഷെട്ടിയാണ് അതിൽ നായകനായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ മിക്കവാറും അദ്ദേഹം തന്നെയാകും അതിൻ്റെ സംവിധാനം എന്നാണ് കേൾക്കുന്നത്. കാരണം ഒരു വമ്പൻ പടമായിട്ട് ഒരു വമ്പൻ രീതിയിൽ മലയാളത്തിൽ മാത്രം ഒതുങ്ങാതെ ഒരു വേൾഡിലെല്ലാം അറിയപ്പെടുന്ന ഒരു രീതിയിൽ ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ലാലേട്ടൻ അതിൽ നിന്നും മാറ്റിയെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേഷൻ ആണ്. ഋഷഭ് ഷെട്ടിയാകും ഭീമനായിട്ട് വരാൻ പോകുന്നത്. ഇനി മറ്റുള്ള ഒരുപാട് താരങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ലേറ്റസ്റ്റ് വന്ന അപ്ഡേഷൻസിൽ ലാലേട്ടനെ മാറ്റി. കാരണം ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക ആക്ഷൻ മാത്രം പോരാ, ആ ക്യാരക്ടർ എന്താ പറയുക നമ്മുടെ പ്രേക്ഷകൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, അതായത് ഈ ക്യാരക്ടർ ഇന്ന ആളാണ് എന്നുള്ളത് നമുക്ക്. അല്ലാതെ നമ്മൾ തന്നെ അത് നമ്മളായിട്ട് ചെയ്യുമ്പോൾ അതിനൊരിതില്ല. അതായത് ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് അത് അങ്ങനെയുള്ള ചരിത്ര കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മമ്മൂക്കയും മറ്റുള്ള ഒരുപാട് താരങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാന്താര നല്ലൊരു ചിത്രമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിത്രം എന്തുകൊണ്ടും അവർ ഏൽപ്പിച്ചത് നമ്മുടെ ഋഷഭ് ഷെട്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മലയാളികൾ ഒരുപാട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ സ്വകാര്യ അഹങ്കാരമായി കൊണ്ടു നടന്ന ഈ ചിത്രം നമ്മുടെ കൈവിട്ട് പോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ചിലപ്പോൾ മലയാളത്തിന് ഒരുപാട് താരങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ ലാലേട്ടൻ അതിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു നിരാശ തന്നെ. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച നമ്മുടെ മലയാളത്തിൻ്റെ ഒരു ചിത്രമാണ്, അത് നമ്മുടെ എം ടി സാറ് സ്ക്രിപ്റ്റ് എഴുതിയ ചിത്രമാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് മലയാളത്തിനല്ല മറ്റൊരു ലാംഗ്വേജിൽ നിന്ന് ഒരാൾ വരുമ്പോൾ നമുക്ക് എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും അതിൻ്റെ ബാക്കി അപ്ഡേഷൻസൊക്കെ അവർ ഇതിൻ്റെ വൈകാതെ അവർ പുറത്ത് വിടും. നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം അതിൻ്റെ ഒഫീഷ്യൽ വരുമ്പോൾ അറിയാം നമുക്ക് ആരെയാണ് ഇതിൻ്റെ ക്യാരക്ടർ. അതായത് ഭീമനും അതുപോലെ ഇതിൽ ഒരുപാട് ക്യാരക്ടർ വരുന്നുണ്ട്. അതിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ ഇതിൽ രണ്ടാം മുഴത്തിൽ ഒരു ക്യാരക്ടറായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അറിയില്ല അതിൽ എന്താണ് അവർ ലാസ്റ്റ് അവരുടെ പ്ലാനിങ്ങിലുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ അന്ന് പറഞ്ഞു കേട്ടത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഋഷഭ് ഷെട്ടിയാകും ഭീമനായിട്ട് വരുന്നത്. ലാലേട്ടനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു നഷ്ടമാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ.